ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് IPC ആണ്. കുറേ നാളായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ക്ലാസ്സാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ IPC നിങ്ങൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സെക്ഷൻസ് എല്ലാം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതിന് മുന്നേ ഞാനൊരു ട്രെയിലർ ക്ലാസ് എടുത്തിരുന്നു. അപ്പോൾ അതിലെല്ലാവർക്കും ഏകദേശ ധാരണ ഉണ്ടാവും എന്തൊക്കെ പഠിക്കണമെന്നൊക്കെ ഉള്ളത്. ബട്ട് സ്റ്റിൽ ഞാൻ ആദ്യം തൊട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സെക്ഷൻസ് നമുക്ക് ആദ്യം ഒന്നേ നോക്കാം. ഒന്നാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ടൈറ്റിൽ ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് ഓപ്പറേഷൻ ഓഫ് ദി കോഡ്. അതായത് ഈ കോഡ് എവിടെയൊക്കെ അപ്ലൈ ചെയ്യപ്പെടും. സെക്ഷൻ നമ്പർ 2 എന്ന് പറയുന്നത് ഇന്ത്യക്കകത്ത് നടക്കുന്ന പണിഷ്മെൻറ്റിനുള്ള ഒഫൻസസ്. സെക്ഷൻ നമ്പർ 3 എന്ന് പറയുന്നത് ഇന്ത്യക്ക് പുറത്ത് നടക്കുന്ന ഒഫൻസസ്, പക്ഷേ അത് ഇന്ത്യയിൽ ട്രൈ ചെയ്യാൻ സാധിക്കുന്ന ഒഫൻസസ്. സെക്ഷൻ നമ്പർ 4 പറയുന്നത് എക്സ്ട്രാ ടെറിട്ടറിയൽ ഒഫൻസസിന് എങ്ങനെയാണ് ഈ കോഡ് അപ്ലൈ ചെയ്യുന്നത്. സെക്ഷൻ നമ്പർ 5 പറയുന്നത് സെൻട്രൽ ലോസ് ഈ ആക്ട് പ്രകാരം എഫക്റ്റ് ചെയ്യപ്പെടത്തില്ല. അപ്പം ഇത്രയാണ് ആദ്യത്തെ സെക്ഷൻ. എന്തുകൊണ്ട് ആദ്യത്തെ സെക്ഷൻ പഠിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ബേസ്. അതായത് നമ്മൾ എന്താണോ പഠിക്കാൻ പോകുന്നത് അതിൻ്റെ ബേസ്. IPC എവിടെയൊക്കെ അപ്ലൈ ചെയ്യപ്പെടും പോലീസ് എന്ന് നിങ്ങൾ ചോദിക്കുവാണെങ്കിൽ IPC ഇന്ന ഏരിയയിൽ അപ്ലൈ ചെയ്യപ്പെടും എന്ന് പറയാൻ പറ്റുന്ന 5 സെക്ഷനാണ് ആദ്യത്തെ 5 സെക്ഷൻസ്. ഇനി ജനറൽ എക്സ്പ്ലനേഷനാണ്, അതായത് ഡെഫിനിഷൻസാണ്. നമ്മൾ ഈ ആക്ടിലുടനീളം ഈ ഇന്ത്യൻ പീനൽ കോഡിൽ ഉപയോഗിക്കുന്ന എല്ലാ ഇമ്പോർട്ടൻറ്റ് വേർഡ്സിൻ്റെയും ഡെഫിനിഷനാണ് പറയുന്നത്. ഓക്കെ, അതായത് ഡെഫിനിഷൻ ഓഫ് ദ കോഡ് എന്ന് പറയുന്നത് എക്സെപ്ഷന് അനുസരിച്ചായിരിക്കണം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞോന്ന് എനിക്കറിയില്ല, ഞാൻ മുന്നേ ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ SI ബാച്ചിന്. അതായത് ജനറൽ എക്സെപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ മൊത്തം നോക്കുമ്പോൾ ഒഫൻസസ് ഉണ്ട്, പക്ഷേ ആ ഒഫൻസസിൽ ജനറൽ എക്സെപ്ഷൻ വരികയാണെങ്കിൽ എന്താവില്ല, അത് ഒഫൻസ് ആവില്ല. നമ്മൾ സെക്ഷൻ 6ലേക്ക് വരും. ഓക്കെ, അപ്പോൾ സെക്ഷൻ 6 എന്ന് പറയുന്നത് അതാണ്. അതായത് എക്സെപ്ഷനും കൂടെ നോക്കിയിട്ട് വേണം അതിൻ്റെ ഡെഫിനിഷൻ നോക്കാൻ. ഒഫൻസ് ആണോ അല്ലയോ എന്ന് നോക്കുമ്പോൾ എന്നുകൂടെ നോക്കണം, അതിൽ എക്സെപ്ഷനും കൂടെ വരുന്നോ, ജനറൽ എക്സെപ്ഷൻസ് വരുന്നോ എന്ന് നോക്കണം. പിന്നെ ഒരു തവണ എക്സ്പ്ലെയിൻ ചെയ്ത എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കും. അതാണ് സെക്ഷൻ 7 പറയുന്നത്. പിന്നെ ഉള്ളത് ഡെഫിനിഷനാണ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നതും ഡെഫിനിഷനാണ് കൂടുതലായിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഡെഫിനിഷനിൽ നമ്മൾ സെക്ഷൻ വൈസ് നമ്മളിന്ന് നോക്കുന്നതായിരിക്കും. ഞാൻ ഈ ആക്ട് തന്നെ ഞാൻ എടുത്തു, കാരണം പല വഴി ഞാൻ നോക്കി, പക്ഷേ എനിക്കിത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് ഞാൻ നമ്മുടെ ക്യാൻവ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം യൂസ് ചെയ്താണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് കേട്ടോ. പിന്നെ ഫോണിൻ്റെ സഹായമുണ്ട്, പിന്നെ എനിക്ക് ലാപ്പിൽ ഇപ്പോൾ റെക്കോർഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് സെക്ഷൻ നേരത്തെ പറഞ്ഞു, ഇന്ത്യൻ പീനൽ കോഡിൻ്റെ ആദ്യത്തെ സെക്ഷൻ. ആദ്യം എന്ന് പറഞ്ഞാൽ പ്രിയാമ്പിളാണ്. വേറെസ് ഇറ്റ് ഈസ് എക്സ്പീഡിയൻറ്റ് ടു പ്രൊവൈഡ് എ ജനറൽ പീനൽ കോഡ് ഫോർ ഇന്ത്യ, ഇറ്റ് ഈസ് ആസ് എനാക്റ്റഡ് ആസ് ഫോളോസ്. അതായത് ഇന്ത്യക്ക് ആവശ്യമായ ഒരു പീനൽ കോഡ് വേണം എന്ന് തോന്നുകയും അത് എക്സ്പീഡിയൻറ്റ് ഇൻ ദ സെൻസ് ആവശ്യകത ഭയങ്കര സ്പീഡിൽ വേണം എന്ന് തോന്നുകയും അങ്ങനെ ഉണ്ടായ ഒരു ആക്ടാണ് ഇന്ത്യൻ പീനൽ കോഡ്. ഇനി ഇന്ത്യൻ പീനൽ കോഡിനെ, ഈ ആക്ടിന് ഇന്ത്യൻ പീനൽ കോഡ് എന്നറിയപ്പെടും. ഇത് എല്ലാ ഇന്ത്യയിൽ ഫുള്ളും എക്സ്റ്റെൻഡ് ചെയ്ത് അപ്ലൈ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അതാണ് സെക്ഷൻ 1. സെക്ഷൻ 2 എന്ന് പറയുന്നത് എവറി പേഴ്സൺ ഷാൽ ബി ലയബിൾ ടു പണിഷ്മെൻറ്റ് അണ്ടർ ദിസ് കോഡ് ആൻഡ് നോട്ട് അതർവൈസ് ഫോർ എവറി ആക്ട് ഓർ ഒമിഷൻ കോൺട്രറി ടു ദ പ്രൊവിഷൻ ദെയർ ഓഫ് വിച്ച് ഷീ ഷാൽ ബി ഗിൽറ്റി വിത്തിൻ ഇന്ത്യ. അതായത് ഒഫൻസ് അനുസരിച്ചിട്ട് എന്ത് പണിഷ്മെൻറ്റ് കിട്ടുമോ അത് അയാൾക്ക് കിട്ടും എന്നുള്ളതാണ് ഈ പറയുന്നത്. ഇന്ത്യക്കകത്ത് എങ്ങനെ ശിക്ഷിക്കപ്പെടും അതാണ് അയാൾ ശിക്ഷിക്കപ്പെടാൻ പോകുന്നതാണ് പറയുന്നത്. സെക്ഷൻ 3 എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ത്യൻ ലോ പ്രകാരം ചെയ്യേണ്ട ഒരു കുറ്റം അയാൾ പുറത്തു പോയി ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയിൽ ചെയ്തതായിട്ട് കണക്കാക്കപ്പെടുകയും ഇന്ത്യയിൽ അയാൾ ശിക്ഷയ്ക്ക് അർഹനാവുകയും ചെയ്യും. അതായത് ഇപ്പോൾ നിങ്ങൾ ദുബായിൽ പോയിട്ട് രണ്ടാമത് കല്യാണം കഴിക്കുന്നത് നിങ്ങളുടെ പേഴ്സണൽ ലോ പ്രകാരം അല്ലെങ്കിൽ IPC പ്രകാരം ബൈഗമിക്ക് ശിക്ഷയാണെങ്കിൽ എന്ത് സംഭവിക്കും? നിങ്ങൾ ഇന്ത്യയിൽ വന്നാൽ നിങ്ങൾ കുറ്റം ചെയ്തതാണെന്ന് പറയപ്പെടും. അതായത് നിങ്ങൾ അവിടെ നോക്കേണ്ടത് നിങ്ങൾ ഇന്ത്യൻ, ആസ് ലോങ് ആസ് യു ആർ ഇന്ത്യൻ സിറ്റിസൺസ്, യു ആർ ബൗണ്ട് ബൈ ഇന്ത്യാസ് ലോസ്, റൈറ്റ്? അപ്പോൾ നിങ്ങൾ പുറത്ത് പോയി ഒരു തെറ്റ് ചെയ്തിട്ട് ഇന്ത്യയിലായിട്ട് വരാമെന്ന് വിചാരിക്കരുത്. നിങ്ങൾ പുറത്ത് പോയൊരു പീനൽ കോഡിന് അഗൻസ്റ്റ് അല്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്യുകയാണ്, ഒഫൻസ് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ ബി ട്രൈഡ് ആസ് ഇഫ് യു കമ്മിറ്റഡ് ദാറ്റ് ഒഫൻസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ നിങ്ങൾ ചെയ്തതായിട്ട് കണക്കാക്കി നിങ്ങളെ എന്ത് ചെയ്യും? ശിക്ഷിക്കും. ഇനി പറയുന്നത് എക്സ്ട്രാ ടെറിട്ടോറിയൽ ഒഫൻസസ് ആണ്. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ഓർത്ത് വച്ചിരിക്കുക.
ഈ ഒഫൻസസ് അല്ലെങ്കിൽ ഈ കോഡ് അപ്ലൈ ചെയ്യുന്ന ഇന്ത്യൻ പീനൽ കോഡ് എവിടെയൊക്കെ അപ്ലൈ ചെയ്യും? ഒന്ന്, ഇന്ത്യൻ സിറ്റിസൺസ് വിത്തിൻ ഇന്ത്യ ആൻഡ് ബിയോണ്ട് ഇന്ത്യ, ഇന്ത്യക്കകത്തും എനിക്ക് പുറത്തും. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഷിപ്പോ എയർക്രാഫ്റ്റിലോ വെച്ച് ഒരു ഒഫൻസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഫോറിനർ, ഓക്കെ, പുള്ളി പക്ഷേ ഒരു മർഡർ കമ്മിറ്റ് ചെയ്തത് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത ഷിപ്പിലാണ്. അങ്ങനെയാണെങ്കിൽ അത് ഇന്ത്യയിൽ ചെയ്ത ഒഫൻസ് ആയിട്ട് കണക്കാക്കപ്പെടുകയും ഇന്ത്യയുടെ നിയമം അനുസരിച്ച് അയാൾ ബാധകപ്പെടുകയും ചെയ്യും. അടുത്തത് കമ്പ്യൂട്ടർ റിസോഴ്സസ് ലൊക്കേറ്റഡ് ഇൻ ഇന്ത്യ. അതായത് പുള്ളി നമ്മുടെ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കും, പക്ഷേ പുള്ളി എന്ന് പറയുന്നത് പുറത്ത് പോയിട്ട് പുറത്തുള്ളൊരു IR എന്ന് പറയുന്നത് IP അഡ്രസ്സ് യൂസ് ചെയ്തോ അല്ലെങ്കിൽ VPN യൂസ് ചെയ്തോ ഒരു വേറെ കൺട്രി, ഫ്രാൻസിലോ റഷ്യയിലോ ഒക്കെ ഉപയോഗിച്ച് ചെയ്തിട്ട് കമ്പ്യൂട്ടർ റിസോഴ്സ് എവിടെയാണോ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഔട്ട്സൈഡ് ആണെങ്കിലും ഇന്ത്യയിൽ ടാർഗറ്റ് ചെയ്താണ് ആ ഒഫൻസ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിലെ കമ്പ്യൂട്ടർ റിസോഴ്സിനെ ടാർഗറ്റ് ചെയ്താണ് പുള്ളി ആ ഒഫൻസ് ചെയ്തിരിക്കുന്നതെങ്കിൽ അയാൾ IPC പ്രകാരം കുറ്റക്കാരനാവും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അതിൽ പറയുന്നത്. അടുത്തത് കമ്പ്യൂട്ടർ റിസോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ IT ആക്ടിൽ എന്താണോ പറയുന്നത് അതുപോലെയാണ് കേട്ടോ. ഇനി ഇല്ലസ്ട്രേഷൻ ഉണ്ട്. ഇല്ലസ്ട്രേഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ഇല്ലസ്ട്രേഷനും വായിച്ചിട്ടേ പോകാവൂ. ആദ്യത്തെ ഇല്ലസ്ട്രേഷനാണ് നമ്മൾ IPCയിലെ ഹൂസ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ. എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു സിറ്റിസണാണ്. പുള്ളി ഉഗാണ്ടയിൽ ഒരു മർഡർ കമ്മിറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഹീ ക്യാൻ ബി ട്രൈഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ട്രയലിലേക്ക് പോവാം. ആൻഡ് കൺവിക്റ്റഡ് ഓഫ് മർഡർ ഇൻ എനി പ്ലേസ് ഇൻ ഇന്ത്യ വിച്ച് ഹി മേ ബി ഫൗണ്ട്. പുള്ളി ഇന്ത്യയിൽ എവിടെ കണ്ടെത്തുന്നു അവിടെ വെച്ച് പുള്ളി നമുക്ക് അറസ്റ്റ് ചെയ്ത് അയാൾക്ക് ട്രയൽ നടത്താം എന്നാണ് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ഇല്ലസ്ട്രേഷനാണ്. അതുപോലെ തന്നെ ഈ ആക്ട് എന്ന് പറയുന്നത് നമ്മുടെ മ്യൂട്ടിനി, ഡെസേർഷൻ ഓഫ് ഓഫീസർ, സോൾജിയർ, സെയിലർ, എയർമാൻ ഇൻ സർവീസ് ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിലൊന്നും എഫക്റ്റ് ചെയ്യില്ല. അതുപോലെ എന്തെങ്കിലും സ്പെഷ്യൽ ലോ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ലോക്കൽ ലോയ്ക്ക് എഫക്റ്റ് ആവില്ല. അപ്പോൾ എന്താണ് ഈ സ്പെഷ്യൽ ലോ എന്ന് പറയുന്നത്? നമ്മളെ NDPS ആക്ട് അല്ലെങ്കിൽ പോക്സോ അങ്ങനത്തെ നിയമങ്ങൾക്ക് അവർ സ്പെഷ്യലായിട്ട് അവർ കാര്യങ്ങൾ പറയുന്നുണ്ട്, ഓഫൻസസ് ഒക്കെ. അപ്പോൾ അതിൻ്റെ ബേസ് ചെയ്ത് പോകും. ലോക്കൽ ലോ എന്ന് പറയുന്നത് സ്പെസിഫിക് ആയിട്ട് ഏരിയനെ ബേസ് ചെയ്ത് കുറച്ച് ലോസ് ഉണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ലഡാക്ക് ആ ഏരിയയിലൊക്കെ ആണെങ്കിൽ ടെററിസ്റ്റ് സ്പെഷ്യലായിട്ട് ആക്ടുകളാണ്. അപ്പോൾ ആ ഏരിയ ബേസ് ചെയ്ത് വരുന്ന സാധനങ്ങളും ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ അതിൻ്റെ ലോ, സ്പെഷ്യൽ ലോയ്ക്ക് സ്പെഷ്യൽ ലോ, ആർമി, എയർമാൻ അങ്ങനത്തെ ഉള്ള ആൾക്കാർക്ക് അങ്ങനത്തെ ലോ, അതൊന്നും ഇതിനെ ബാധിക്കുകയില്ല. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യമാണ് സെക്ഷൻ 6. അതായത് നമ്മൾ ഈ കോഡിലുള്ള എല്ലാ ഡെഫിനിഷനും ജനറൽ എക്സെപ്ഷൻ എന്ത് ചെയ്യണം? ജനറൽ എക്സെപ്ഷന് സബ്ജക്റ്റും ആയിരിക്കും. അതായത് ഇപ്പോൾ മർഡർ ആണെങ്കിൽ മർഡറിൻ്റെ കാര്യത്തിൽ ഇന്നതാണ് ഡെഫിനിഷൻ എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് എഴുതിയിരിക്കില്ല. റൈറ്റ് ടു പ്രൈവറ്റ് ഡിഫെൻസ്, ഒരാളെ കൊല്ലാം എന്നുള്ളത് ഇതല്ല എന്ന് എഴുതിക്കില്ല. പക്ഷേ എന്ത് ചെയ്യണം? നമ്മളെ ഒരു ജനറൽ എക്സെപ്ഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ജനറൽ എക്സെപ്ഷൻസ് എന്ത് ചെയ്യുക? എല്ലാ ഡെഫിനിഷനും ഒരേപോലെ ബാധകമാണ്. അതിന് സെപ്പറേറ്റ് ആയിട്ട് ഓരോ സെക്ഷനിൽ എഴുതി വെച്ചിരിക്കില്ല. അതിന് വേണ്ടിയാണ് ഈ ഒരു വൺ സെക്ഷനിൽ അവരത് ഒതുക്കി. സെക്ഷൻ 6 ആണ് പറയുന്നത് കേട്ടോ. അതായത് ജനറൽ എക്സെപ്ഷൻസിന് ബേസ് ചെയ്തായിരിക്കും നമ്മുടെ എല്ലാ ഡെഫിനിഷനും മനസ്സിലാക്കേണ്ടത്. അതിലും ഒരു 2 ഇല്ലസ്ട്രേഷൻ ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ചില ഒഫൻസസ് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒഫൻസസ് പറയുമ്പോൾ നമ്മൾ പറയുന്നത് 7 വയസ്സിൽ താഴെയുള്ള കുട്ടി ചെയ്യുന്നതൊന്നും തന്നെ കുറ്റമല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ ഒഫൻസ് ചെയ്ത് 7 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ എന്തല്ല, അതിന് ഒഫൻസിന് എന്തല്ല, കുറ്റമല്ല, ഇറ്റ്സ് നോട്ട് ആൻ ഒഫൻസ്. അപ്പോൾ അതാണ് ആ സെക്ഷൻ ഫസ്റ്റ് ഇല്ലസ്ട്രേഷനിൽ പറയുന്നത്. അതായത് ദ സെക്ഷൻസ് ഇൻ ദിസ് കോഡ് കണ്ടെയ്ൻ ഡിഫറെൻറ്റ് ഡെഫിനിഷൻസ് ഓഫ് ഒഫൻസസ്. അത് ഡസ് നോട്ട് എക്സ്പ്രസ് ദാറ്റ് ചൈൽഡ് അണ്ടർ 7 of age കൻ നോട്ട് ഡു ദാറ്റ് ഒഫൻസ്. പക്ഷേ ജനറൽ എക്സെപ്ഷനിൽ പറയുന്നുണ്ട് 7 വയസ്സിൽ താഴെയുള്ള കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒഫൻസ് ഒന്നും ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ആ കുട്ടി ചെയ്യുന്നതൊന്നും ഒഫൻസായിട്ട് കണക്കാവില്ല. അപ്പം അതാണ് ഫസ്റ്റ് ഇല്ലസ്ട്രേഷൻ. രണ്ടാമത്തെ ഇല്ലസ്ട്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് ഓഫീസർ ആണ് എ. ഓക്കെ, എ ഈസ് എ പോലീസ് ഓഫീസർ. വാറണ്ട് ഇല്ലാതെ ഇസഡിനെ അപ്രിഹെൻഡ് ചെയ്തു. ഇസഡ് എന്ന് പറയുന്നത് മർഡർ കമ്മിറ്റ് ചെയ്തു. അപ്രിഹെൻഡ് ചെയ്തെന്ന് വെച്ചാൽ പിടിച്ചു എന്നാണ്. ഓക്കെ, അപ്രിഹെൻഡ് മീൻസ് അയാളെ കണ്ടെത്തി, അല്ലെങ്കിൽ പിടിച്ചു, അയാളെ കസ്റ്റഡിയിൽ വെച്ചു, അങ്ങനെയൊക്കെ വരും അപ്രിഹെൻഡ്. അപ്പോൾ പോലീസ് ഓഫീസർ ഇസഡിനെ അപ്രിഹെൻഡ് ചെയ്തു. പുള്ളി ഇസഡ് എന്ന് പറയുന്നത് കമ്മിറ്റഡ് മർഡറാണ്. ഹിയർ എ ഈസ് നോട്ട് ഗിൽറ്റി ഓഫ് ഒഫൻസ് ഓഫ് റോങ്ഫുൾ കൺഫൈൻമെൻറ്റ്. റോങ്ഫുൾ കൺഫൈൻമെൻറ്റ് എന്ന് പറയുന്ന ഒരു ഒഫൻസിൽ എ വരില്ല. കാരണം പുള്ളിയുടെ ഒഫീഷ്യൽ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട്
ആണ് അയാളെ എന്ത് ചെയ്തത്, അപ്രിഹെൻഡ് ചെയ്തത്. അപ്പോൾ അതാണ് നമ്മുടെ ജനറൽ എക്സെപ്ഷനും സാധാ ഡെഫിനേഷൻ. ഇനി നമ്മൾ വരുന്നത് ഓരോ ഡെഫിനേഷൻസ് ആയിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ അതായത് ഒരു സ്ഥലത്ത് ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് അത് തന്നെ ആയിരിക്കും നമ്മൾ പിന്നെയും ചെയ്യുന്നത്. ഇനി ജെൻഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീ എന്ന് ഉദ്ദേശിക്കുന്നത് മെയിലിനെ ആവാം ഫീമെയിലിനെ ആവാം കേട്ടോ. ഹീ എന്നായിരിക്കും ചിലയിടത്ത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഹീ എന്ന് പറയുന്നത് മെയിലും ആവാം ഫീമെയിലും ആവാം. ഇപ്പം നമ്പർ എന്ന് പറയുന്നത് നമ്പർ ഉദ്ദേശിക്കുന്നത് ഇപ്പം unless the contrary appears from the context, words importing singular number include plural number and words importing plural number include single number. അതായത് സിംഗുലർ എന്ന നമ്പർ ഉദ്ദേശിക്കുന്നത് പ്ലൂറലും ആവാം, പ്ലൂറൽ ഉദ്ദേശിക്കുന്നതിൽ സിംഗുലറും വരാം. മാൻ എന്ന് പറയുന്നത് ഒരു മെയിൽ ഹ്യൂമൻ ബീയിങ് ഓഫ് എനി ഏജ്. വിമൻ എന്ന് പറയുന്നത് ഫീമെയിൽ ഹ്യൂമൻ ബീയിങ് ഓഫ് എനി ഏജ്. പേഴ്സൺ ഉദ്ദേശിക്കുന്നതിൽ എന്തൊക്കെ വരും, ഇമ്പോർട്ടൻ്റ് ആണ്. കമ്പനി വരും, അസോസിയേഷൻ വരും, ബോഡി ഓഫ് പേഴ്സൺസ് വരും. ഇത് ഇൻകോപ്പറേറ്റ് ചെയ്താലും ഇല്ലെങ്കിലും വരും. ഇൻകോപ്പറേറ്റ് ഇൻ ദ സെൻസ് കമ്പനിയൊക്കെ ആണെങ്കിൽ രജിസ്റ്ററിൽ കൊടുത്ത് രജിസ്റ്റർ ഓഫ് കമ്പനീസിൽ പോയിട്ട് അവിടെ ഇൻകോപ്പറേറ്റ് ചെയ്താലേ കമ്പനിയായിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. അപ്പോൾ കമ്പനി ആയാലും അസോസിയേഷൻ ആയാലും ബോഡി ഓഫ് പേഴ്സൺ ആയാലും ഇൻകോപ്പറേറ്റ് ചെയ്താലും ഇല്ലെങ്കിലും അത് പേഴ്സണിൽ തന്നെ വരും. പബ്ലിക് എന്ന് പറയുന്നത് ഏതെങ്കിലും ക്ലാസ് ഓഫ് പബ്ലിക് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റീനെ വരും. സെർവൻ്റ് ഓഫ് ദി ഗവൺമെൻറ് എന്ന് പറയുന്നത് എംപ്ലോയിഡ് ഇൻ ഇന്ത്യ അല്ലെങ്കിൽ കണ്ടിന്യൂഡ് ഓർ അപ്പോയിൻറ്റഡ് അണ്ടർ ദി അതോറിറ്റി ഓഫ് ഗവൺമെൻറ് അതോറിറ്റിയിലുള്ള ആൾ. ഗവൺമെൻറ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു സെക്കൻഡ്, ഇത് കുറച്ച് പാടാണ് നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ. ബിക്കോസ് ഹോൾ ബെയർ ആക്ട് വെച്ച് നമുക്കത് പഠിപ്പിക്കാൻ പറ്റും. എല്ലാവരും പല സാധനങ്ങളൊക്കെ വെച്ച് പഠിപ്പിക്കും, പക്ഷെ നമുക്ക് ബെയർ ആക്ട് ഇല്ലാണ്ട് എനിക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. ഓക്കെ അപ്പോൾ നമ്മൾ ഗവൺമെൻറ് സെർവൻ്റ് വരെ ഡെഫിനിഷനായി. അടുത്തത് വേർഡ് ഗവൺമെൻറ്. ഒരു സെക്കൻഡ്, ഇത് തിരിക്കാൻ പറ്റുന്നില്ലല്ലോ. ഓക്കെ, ഗവൺമെൻറ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് ആവാം അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ആവാം. ഇന്ത്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ്റെ ടെറിട്ടറി ഇൻക്ലൂഡിങ് സ്റ്റേറ്റ് ജമ്മു ആൻഡ് കാശ്മീരാണ് കേട്ടോ. ഇന്ത്യ എന്ന് വെച്ച് കഴിയുമ്പോൾ ജമ്മു ആൻഡ് കാശ്മീരുടെ വരും. ജഡ്ജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഫീഷ്യലി ജഡ്ജായിട്ടുള്ള പേഴ്സൺ മാത്രമല്ല, പിന്നെ ലോ പ്രകാരം നിയമപ്രകാരം ഏതെങ്കിലും ഒരു ലീഗൽ പ്രൊസീഡിങ് സിവിലോ ക്രിമിനലോ ഒരു ഡെഫിനിറ്റീവ് ജഡ്ജ്മെൻറ്റ് അല്ലെങ്കിൽ ജഡ്ജ്മെൻറ്റ് അപ്പീൽ ചെയ്തില്ലെങ്കിൽ അത് ഡെഫിനിറ്റീവ് ആവുന്ന ജഡ്ജ്മെൻറ്റ്, അല്ലെങ്കിൽ ജഡ്ജ്മെൻറ്റ് ഇപ്പോൾ വേറൊരു അതോറിറ്റി വഴി കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനിറ്റീവ് ആവുകയാണെങ്കിൽ അങ്ങനത്തെ പേഴ്സൺസ് എല്ലാത്തിനും തന്നെ ജഡ്ജായിട്ട് കൺസിഡർ ചെയ്യും. ഇത്രയേ ഉള്ളൂ. ഒന്ന്, ഒഫീഷ്യലി ഡെസിഗ്നേറ്റഡ് ആസ് ജഡ്ജായിട്ട് ഒഫീഷ്യലി ഡെസിഗ്നേറ്റ് ചെയ്യുന്ന ആൾ. രണ്ട്, നിയമപ്രകാരം എംപവേർഡ് ബൈ ലോ ലീഗൽ പ്രൊസീഡിങ് സിവിലോ ക്രിമിനൽ പ്രൊസീഡിങ് പ്രകാരം ഒരു ജഡ്ജ്മെൻറ്റ് ഡെഫിനിറ്റീവ് ഇൻ ദ സെൻസ് ഇപ്പം ഒരു വിധിന്യായം വന്നു, ജഡ്ജ്മെൻറ്റ് വന്നു. അപ്പോൾ ആ ജഡ്ജ്മെൻറ്റിൻ്റെ പേരിൽ നിങ്ങൾക്ക് പിന്നെ അപ്പീൽ പോകാൻ പറ്റാത്തതിനെയാണ് ഡെഫിനിറ്റീവ് ജഡ്ജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് പിന്നെ നിങ്ങൾക്ക് ആ ഒരു വിധിയിൽ മേലെ പിന്നെ ഒരു അപ്പീലില്ല, ലാസ്റ്റായി. അപ്പോൾ അതെന്തായി, ഡെഫിനിറ്റ്, അതിൻ്റെ എൻഡായി. അപ്പോൾ ആ ഡെഫിനിറ്റീവ് ജഡ്ജ്മെൻറ്റ് എന്ന് പറയുന്ന നൽകാൻ പറ്റുന്ന ഏതൊരു പേഴ്സൺ ഹു ഈസ് എംപവേർഡ് ബൈ ലോയും ജഡ്ജിൽ വരും. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇല്ലസ്ട്രേഷൻ നമ്പർ D ആണ്. അതായത് ചാർജിന് റെസ്പെക്റ്റ് ചെയ്ത് ജൂറിസ്ഡിക്ഷനുള്ള ഒരു മജിസ്ട്രേറ്റ്. ആ മജിസ്ട്രേറ്റിന് സെഷൻസ് കോർട്ടിലേക്ക് കമ്മിറ്റ് ചെയ്യാൻ മാത്രം അധികാരമുള്ള മജിസ്ട്രേറ്റാണ്. പുള്ളിക്കാരൻ ജഡ്ജല്ല, അത് ഓർത്ത് വയ്ക്കുക കേട്ടോ. ബാക്കിയെല്ലാം ജഡ്ജാണ്. കളക്ടർ എക്സൈസും ജൂറിസ്ഡിക്ഷൻ്റെ സൂട്ട് ജഡ്ജാണ് ബാക്കിയെല്ലാം. പക്ഷേ ഈ ജഡ്ജ് അല്ലാത്തതാണ്, അതായത് കമ്മിറ്റ് ചെയ്യാൻ മാത്രം. അതായത് ചിലപ്പം മർഡർ കേസസ് ഉണ്ട്, അതൊക്കെ ട്രൈ ചെയ്യാൻ പറ്റില്ല. എന്ത് ചെയ്യാൻ പറ്റും, ആദ്യം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിൽ വരുന്നു, അവിടെ നിന്ന് CP ആയിട്ട് അറിയപ്പെടും, കമ്മിറ്റൽ പ്രൊസീഡിങ്സ് ആയിട്ട് അറിയപ്പെടും. അതിന് നേരെ പിന്നെ സെഷൻസ് കോർട്ടിലേക്ക് കമ്മിറ്റ് ചെയ്യും. ഇവിടെ ട്രയലൊന്നും നടത്താൻ പറ്റില്ല. മജിസ്ട്രേറ്റിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ മർഡർ കേസസ് അതുപോലത്തെ കേസസ് ഒന്നും ട്രയൽ ചെയ്യാൻ പറ്റില്ല. അത് ഏതൊക്കെ കേസസ് നിങ്ങൾ CRPCയിൽ പഠിക്കേണ്ടതായിരുന്നു, നിങ്ങൾ സിലബസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അത് കവർ ചെയ്യാത്തത്. അപ്പം അങ്ങനെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒഫൻസും ട്രൈ ചെയ്യാൻ പറ്റാത്ത ഒഫൻസും ഉണ്ട്. ചില ഒഫൻസസ് എന്ത് ചെയ്യാം, കമ്മിറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ കമ്മിറ്റ് ചെയ്യുന്ന ഒഫൻസസിൽ മജിസ്ട്രേറ്റിന് ജൂറിസ്ഡിക്ഷൻ ഇല്ല, അതുകൊണ്ട് തന്നെ അയാളെ ജഡ്ജായിട്ട് കൺസിഡർ ചെയ്യരുത്. അതാണ് ഈ ജഡ്ജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, IPCയിലെ ജഡ്ജ്. ഇനിയുള്ളത് കോർട്ട് ഓഫ് ജസ്റ്റിസ് ആണ്. അതായത് കോർട്ട് ഓഫ് ജസ്റ്റിസ് ഉദ്ദേശിക്കുന്നത് ഒരു ജഡ്ജ്
നിയമപ്രകാരം എംപവേർഡ് ആയിട്ടുള്ള ജഡ്ജ്. അയാൾക്ക് ജുഡീഷ്യലി മാത്രം ചെയ്യാൻ പറ്റുന്ന ആളിനെയാണ് കോർട്ട് ഓഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. ഓക്കെ, പബ്ലിക് സർവൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന താഴെ ഒരുപാട് ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റിൽ പറയുന്ന എല്ലാവരും പബ്ലിക് സർവൻ്റാണ്. ഓക്കെ, അതായത് അത് നിങ്ങൾ പഠിക്കണമെന്നില്ല, അതിൻ്റെ ഇല്ലസ്ട്രേഷൻ മാത്രം നോക്കിയാൽ മതിയേ. മുനിസിപ്പൽ കമ്മീഷണർ എന്ന് പറയുന്ന പബ്ലിക് സർവൻ്റാണ്. മുനിസിപ്പൽ കമ്മീഷണർ ഈസ് എ പബ്ലിക് സർവൻറ്റ്. ബാക്കി ഈ പറഞ്ഞ ജസ്റ്റ് വായിച്ചാൽ മതി, ഇതൊന്നും ചോദിക്കില്ല. ഓക്കെ, ഇല്ലസ്ട്രേഷൻ പഠിച്ചു വെച്ചിരിക്കുക. മുനിസിപ്പൽ കമ്മീഷണർ എന്ന് പറയുന്ന പബ്ലിക് സർവൻ്റ് ആണ്. അതുപോലെ തന്നെ പബ്ലിക് സർവൻ്റ് എന്ന് എവിടെയൊക്കെ വേർഡ് വന്നോ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പബ്ലിക് സർവൻറ്റിൻ്റെ ഡ്യൂട്ടി ചെയ്യപ്പെടാനായിട്ടുള്ള എല്ലാ അധികാരമുള്ള ആളാണ്. ഇപ്പോൾ ഒരു ഓർഡറിൽ മേൽ ചെറിയൊരു ഡിഫക്റ്റ് ഉണ്ടെന്നും പറഞ്ഞാൽ പബ്ലിക് സർവൻ്റ് അല്ലാതാവില്ല. പബ്ലിക് സർവൻ്റ് എന്ന് പറയുന്നത് പബ്ലിക് സർവൻറ്റിൽ ഓതറൈസ് ചെയ്യപ്പെട്ട ആളും ആവാം. ഓക്കെ, ഇനി എലക്ഷൻ എന്ന് പറഞ്ഞാൽ എലക്ഷൻ ഫോർ ദി പർപ്പസ് ഓഫ് സെലക്ടിങ് മെമ്പേഴ്സ്, ലെജിസ്ലേറ്റീവോ മുനിസിപ്പലോ പബ്ലിക് അതോറിറ്റിയിലോ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ആളിനെ, അങ്ങനെ ചെയ്യാൻ പറ്റുന്ന പ്രോസസ്സിനെയാണ് എലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇനി വരുന്നത് ഈസ് 16 മിനിറ്റ് ആയല്ലേ, ഒരു സെക്കൻഡേ. ഓക്കെ, ഇത് ഭയങ്കര പ്രശ്നമാണ്. നമ്മൾ വിചാരിക്കുന്ന കണക്ക് ഇത് പ്രസൻറ്റ് ചെയ്യാനും പറ്റില്ല. ആൻഡ് ഇറ്റ്സ് സോ ഹാർഡ്. ഓക്കെ, അപ്പോൾ ഇത്രയും ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക, ഒന്നുകൂടെ മനസ്സിൽ ആലോചിച്ച് നോക്കൂ. ഞാനിത് ഷിഫ്റ്റ് ചെയ്ത് വരാനായിട്ട് കുറച്ച് സമയമെടുക്കും. അപ്പോൾ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് കൗണ്ടർ ഫീറ്റ് ആണ്. കൗണ്ടർ ഫീറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം നിങ്ങൾക്ക് കൗണ്ടർ ഫീറ്റ് കോയിൻസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ എല്ലാ എക്സാംസിനും ഒരു ക്വസ്റ്റ്യൻ അതിൽ നിന്ന് കാണും, കൗണ്ടർ ഫീറ്റ് മീൻസ് വാട്ട് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ 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 ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഡെഫിനിഷനാണ് ഗെയിനിങ് റോങ്ഫുള്ളി അല്ലെങ്കിൽ ലൂസിങ് റോങ്ഫുള്ളി. അതായത് നമ്മൾ ഈ തെഫ്റ്റ് എന്ന് പറയുന്ന സാധനം പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഒരാളിൽ നിന്ന് ഒരു സാധനം റോങ്ഫുള്ളി ഗെയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു സാധനം റോങ്ഫുള്ളി ലോസ് ആവുകയോ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കാര്യമാണ് ഈ പറയാൻ പോകുന്നത്. ഗെയിനിങ് റോങ്ഫുള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ റോങ്ഫുള്ളി ഒരു സാധനം അക്വയർ ചെയ്തു, മനസ്സിലായില്ലേ? റോങ്ഫുള്ളി ഒരു സാധനം അക്വയർ ചെയ്തു. ഉദാഹരണത്തിന് ഇപ്പോൾ ഉദാഹരണത്തിന് പ്രസിഡൻറ്റിൻ്റെ കയ്യിൽ ഒരു പതക്കം ഉണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പം അത് അയാൾക്ക് ലീഗലി കിട്ടിയ സാധനമാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് പ്രസിഡൻറ്റിൻ്റെ കയ്യിൽ ശരിയല്ല, ഞാൻ മോഷ്ടിക്കാമെന്ന് പറഞ്ഞ് നിങ്ങൾ കയറി മോഷ്ടിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഗെയിൻ റോങ്ഫുള്ളി, നിങ്ങൾക്കൊരു ലാഭം ഉണ്ടാകുന്നു, പക്ഷേ അതെങ്ങനെയാണ്? ഇറ്റ്സ് റോങ്ഫുള്ളാണ്. റോങ്ഫുള്ളി ഗെയിൻ ചെയ്യുന്ന സാധനം ആണ് ഗെയിനിങ് റോങ്ഫുള്ളി. ലൂസിങ് റോങ്ഫുള്ളി എന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിലൊരു ഇമ്പോർട്ടൻറ്റ് സാധനമുണ്ട്, അത് നിങ്ങൾ ഇല്ലീഗലായിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയി, ഒരാൾ തട്ടിപ്പറിച്ചുകൊണ്ട് പോയി, അല്ലെങ്കിൽ എടുത്തുകൊണ്ട് പോയി, അല്ലെങ്കിൽ കളഞ്ഞു, അല്ലെങ്കിൽ മിസ്സിങ് ആക്കി, അങ്ങനെയുള്ള റോങ്ഫുള്ളി ലൂസ് ചെയ്യുന്നു. അതാണ് ഗെയിനിങ് റോങ്ഫുള്ളി അല്ലെങ്കിൽ ലൂസിങ് റോങ്ഫുള്ളി. ഇനി ഡിസോണസ്റ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് റോങ്ഫുൾ ഗെയിൻ ഉണ്ടാക്കണം അല്ലെങ്കിൽ വേറൊരാൾക്ക് റോങ്ഫുൾ ലോസ് ഉണ്ടാക്കണം എന്ന ഇൻറ്റൻഷനോടുകൂടി ചെയ്യുന്ന എന്ത് സാധനത്തിനെയും ഡിസോണസ്റ്റ്ലി എന്നാണ് പറയുന്നത്. ഡിസോണസ്റ്റ്ലി എന്ന് വെച്ചാൽ എന്താണ്? ഒരാൾക്ക് റോങ്ഫുൾ ഗെയിൻ ഉണ്ടാക്കണം അല്ലെങ്കിൽ വേറൊരാൾക്ക് റോങ്ഫുൾ ലോസ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് എന്തൊക്കെ ചെയ്യുന്നോ അതെല്ലാം വിത്ത് ഇൻറ്റൻഷൻ ഓഫ് കോസിങ് ആകുമ്പോൾ ഡിസോണസ്റ്റ്ലി ആവും. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ക്രൈം നടക്കുമ്പോൾ ക്രൈമിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് മിക്കപ്പോഴും ഇൻറ്റൻഷനാണ്. ഇൻറ്റൻഷൻ ഇല്ലാതെ ക്രൈം ഉണ്ടാകുന്നത് വളരെ വിരളമാണ്. ബട്ട് സ്റ്റിൽ ഇൻറ്റൻഷൻ ഇല്ലാണ്ട് ക്രൈം ഉണ്ടാകാറുണ്ട്. ഏത് സമയത്താണ്? പോക്സോ അല്ലേ? പോക്സോയിൽ ഒരാൾക്ക് ഇൻറ്റൻഷൻ വേണമെന്നില്ല. കാരണം എന്താണ്? അതൊരു ഇറ്റ്സ് ക്രൈം അഗെയിൻസ്റ്റ് എ സൊസൈറ്റി ആസ് എ ഹോൾ. അതുകൊണ്ടാണ്. അപ്പോൾ ഇൻറ്റൻഷൻ എന്ന് പറയുന്ന സാധനം എല്ലാ ഡെഫിനിഷനിലും കാണില്ല. അതിന് പകരം ഈ വേർഡ്സുകളായിരിക്കും ഉപയോഗിക്കുന്നത്. ഒന്ന് ഗെയിനിങ് റോങ്ഫുള്ളി അല്ലെങ്കിൽ ലോസിങ് റോങ്ഫുള്ളി, പിന്നെ ഡിസോണസ്റ്റ്ലി, ഫ്രോഡുലൻ്റ്ലി. ഈ സാധനങ്ങൾ വരുമ്പോൾ അവിടെ ഇൻറ്റൻഷൻ ഓട്ടോമാറ്റിക്കലി വന്നു. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഡിസോണസ്റ്റ്ലി നമുക്ക് മനസ്സിലായല്ലോ. അതായത് ഒരാൾക്ക് റോങ്ഫുൾ ഗെയിൻ സംഭവിക്കണമെന്നോ അല്ലെങ്കിൽ വേറൊരാൾക്ക് റോങ്ഫുൾ ലോസ് സംഭവിക്കണമോ എന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യുന്ന എന്തിനേയും എന്തെന്ന് പറയാം? വിത്ത് ദ ഇൻറ്റൻഷൻ ഓഫ് ഡൂയിങ് ദാറ്റ് എന്ന് പറയാം, ഡിസോണസ്റ്റ്ലി എന്ന് പറയാം. അപ്പോൾ ഇനി ടെഫ്റ്റിൻ്റെ സമയത്ത് ഇത് ഇൻറ്റൻഷൻ ഓഫ് ഡിസോണസ്റ്റ്ലി എന്ന് പറയുന്നത് ജസ്റ്റ് ഡിസോണസ്റ്റ്ലി എന്ന് മാത്രം പറഞ്ഞാൽ മതി. അവിടെ ഇൻറ്റൻഷനുമായി ആക്റ്റുമായി എല്ലാമായി. അടുത്തത് ഫ്രോഡുലൻ്റ്ലി. ഫ്രോഡുലൻ്റ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഈ വേർഡ് പഠിച്ചു വെച്ചേക്കുക. ഞാനിത് പഠിച്ചു വെച്ച് നമ്മളിങ്ങനെ ആക്ട് തന്നെ വായിക്കുന്നതുകൊണ്ട് നമുക്കിത് കാണാപ്പാടാൻ അറിയാം. ഹി ഡസ് ദാറ്റ് തിങ് വിത്ത് ദ ഇൻറ്റൻറ്റ് ടു ഡിഫ്രോഡ് ബട്ട് നോട്ട് അതർവൈസ്. അതായത് ഒരാളെ പറ്റിക്കണമെന്നും പറഞ്ഞ് ചെയ്യുന്ന സാധനം, ബട്ട് നോട്ട് അതർവൈസ്.
അത് അതുപോലെ പഠിച്ചു വെച്ചിരിക്കുക. വിത്ത് ദ ഇൻറ്റൻറ്റ് ടു ഡീഫ്രോഡ് ബട്ട് നോട്ട് അതർവൈസ്. അതായത് ഡീഫ്രോഡ് ചെയ്യണമെന്ന ഉദ്ദേശം വേണം, അല്ലാതെ അല്ല. മനസ്സിലായില്ലേ? അതായത് എനിക്ക് വേറെ ആളെ പറ്റിക്കണമെന്ന ഉദ്ദേശം എനിക്ക് വേണം. അതിനെയാണ് ഫ്രോഡുലൻ്റ്ലി എന്ന് പറയുന്നത്. ഡീഫ്രോഡാണ് അതിൻ്റെ മെയിൻ കീവേഡ്. വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മൾ സെക്ഷൻസ് പഠിക്കുമ്പോൾ IPC പഠിക്കുമ്പോഴായാലും CRPC പഠിക്കുമ്പോഴായാലും ഏതൊരു ആക്ട് പഠിക്കുമ്പോഴും സെക്ഷൻസ് അതുപോലെ കാണാതെ പഠിക്കരുത്. പകരം ഓരോ സെക്ഷനിലും അതിൻ്റെ കീവേഡ് ഉണ്ട്. യു ഹാവ് ടു സ്റ്റഡി ദ കീവേഡ്. അപ്പോൾ ഇതിലെ കീവേഡ് ഏതാണെന്ന് നോക്കിയേ. ഫ്രോഡുലൻ്റ്ലിയിൽ വിത്ത് ദ ഇൻറ്റൻറ്റ് ടു ഡീഫ്രോഡ് ബട്ട് നോട്ട് അതർവൈസ്, അതാണ് ഇതിലെ കീവേഡ്. ഇനി നമ്മൾ റീസൺ ടു ബിലീവ് വരികയാണ്. പല സെക്ഷനിൽ കാണും യെസ് റീസൺ ടു ബിലീവ് ദാറ്റ് ഹാപ്പൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ റീസൺ ടു ബിലീവ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, സഫീഷ്യൻറ്റ് കോസ് ടു ബിലീവ് ആണ്. എന്താണ് സഫീഷ്യൻറ്റ് കോസ് ടു ബിലീവ്? അങ്ങനെ ഒരു സാധനം നടക്കുമ്പോൾ സഫീഷ്യൻറ്റ് കോസ് വേണം. സഫീഷ്യൻറ്റ് കോസിൻ്റെ ഡെഫിനിഷൻ ഇതിൽ തന്നെ ഉണ്ട്, കാണിച്ചു തരാം. സഫീഷ്യൻറ്റ് കോസ് ഇതിനകത്തില്ലേ? ഓക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഒരു സാധനം നടക്കുമെന്നൊരു സഫീഷ്യൻറ്റ് കോസ് ഉണ്ടെങ്കിൽ അതാണ് റീസൺ ടു ബിലീവ്. അപ്പോൾ റീസൺ ടു ബിലീവ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം ഓർക്കേണ്ട കീവേഡ് സഫീഷ്യൻറ്റ് കോസ് ടു ബിലീവ് ദാറ്റ് തിങ്, നോട്ട് അതർവൈസ്. അങ്ങനെ നടക്കുമെന്ന് ഉള്ള ഒറ്റ ഉറപ്പ് വേണം, അതാണ് റീസൺ ടു ബിലീവ്. നമ്മൾ പറയും പോലീസ് ഹാസ് എ റീസൺ ടു ബിലീവ് ദാറ്റ് സച്ച് പേഴ്സൺ ഡിഡ് ദാറ്റ് തിങ്. കൊഗ്നീസിബിൾ ഒഫൻസ് നടന്നു എന്ന് പോലീസിന് റീസണബിൾ ബിലീവ് ഉണ്ടെങ്കിൽ പോലീസിന് അപ്പം തന്നെ അറസ്റ്റ് ചെയ്യാം, അല്ലേ? അപ്പോൾ ആ റീസൺ ടു ബിലീവിൻ്റെ ഡെഫിനേഷൻ ഇതാണ്. അതായത് സഫീഷ്യൻറ്റ് കോസ് ഉണ്ട്, അങ്ങനെ ചെയ്തു, അങ്ങനെ സാധനം സംഭവിച്ചു എന്ന് ബിലീവ് ചെയ്യാൻ, വിശ്വസിക്കാൻ അയാൾക്ക് സഫീഷ്യൻറ്റ് കോസ് ഉണ്ടെങ്കിൽ വി ക്യാൻ സേ ഹാസ് റീസൺ ടു ബിലീവ്. ഓക്കെ. അടുത്തത് പ്രോപ്പർട്ടി ആൻഡ് പൊസഷൻ ഓഫ് വൈഫ്, ക്ലർക്ക് ഓർ സെർവൻറ്റ്. വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് നമ്മുടെ വൈഫിനോ നമ്മുടെ ക്ലർക്കിനോ ഒക്കെ കൊടുത്തിട്ടുണ്ട്, പോയിട്ട് പോവുകയാണ് സാധനം. അങ്ങനെയാണെങ്കിൽ അത് അയാളുടെ പ്രോപ്പർട്ടി, അയാളുടെ പൊസഷനിൽ ഇരിക്കുകയാണ് എന്ന് തന്നെ നമ്മൾ കണക്കാക്കും. ഉദാഹരണത്തിന് നിങ്ങളുടെ ഒരു പേന നിങ്ങളെ വൈഫിന് കൊടുത്തിട്ട് പോവുകയാണ്. ഓക്കെ, രാവിലെ പോയി ഓഫീസിൽ പോകാൻ പേന നിങ്ങൾ വൈഫിന് കൊടുത്തിട്ട് പോകും. തിരിച്ച് അത് ആ വൈഫിൻ്റെ കയ്യിലിരിക്കുമ്പോൾ നിങ്ങളായിരിക്കും നിങ്ങളെ വൈഫിൻ്റെ കയ്യിലിരിക്കണം. അല്ല, വൈഫിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലർക്കിൻ്റെയോ അല്ലെങ്കിൽ സെർവൻറ്റിൻ്റെയോ കയ്യിലിരിക്കുമെന്ന് ഉദ്ദേശിക്കുന്നത് അത് നിങ്ങളുടെ കയ്യിലിരിക്കുന്നതിന് ഈക്വലാണ്, അത്രയേ ഉള്ളൂ. ഓക്കെ. ഒരു ടെമ്പററി ആയിട്ടൊരു ക്ലർക്കിനെയോ അല്ലെങ്കിൽ സെർവൻറ്റിനെയോ വെച്ചാൽ തന്നെ ഇതിൻ്റെ പരിധിയിൽ വരുന്നതാണ്. കൗണ്ടർ ഫീറ്റ്, അനദർ ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷൻ. കൗണ്ടർ ഫീറ്റ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ഡ്യൂപ്ലിക്കേറ്റ് അടിക്കൂലേ നമ്മൾ, കള്ളനോട്ടം എന്നൊക്കെ പറയില്ലേ, ആ സാധനം തന്നെയാണ്. കൗണ്ടർ ഫീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധനം വേറൊരു സാധനം പോലെ ഇരിക്കാൻ ശ്രമിക്കുക. അതിൻ്റെ ഇംഗ്ലീഷാണ് വൺ കോസസ് വൺ തിങ് ടു റിസംബിൾ അനദർ തിങ്. വൺ തിങ് ടു റിസംബിൾ അനദർ തിങ് ഇൻറ്റൻഡിങ് ബൈ മീൻസ് ഓഫ് ദാറ്റ് റിസംബ്ലൻസ് ടു പ്രാക്ടീസ് ഡിസെപ്ഷൻ or knowing it to be likely that deception will thereby be practiced. അതായത് ഒരു സാധനം വേറൊരു സാധനത്തെ പോലെ തന്നെ ആക്കുക, എന്നിട്ട് അതുകൊണ്ട് വേറൊരാൾക്ക് പറ്റിക്കാനായിട്ട് ശ്രമിക്കുക. പ്രാക്ടീസ് ഡിസെപ്ഷൻ, അല്ലെങ്കിൽ അങ്ങനെ ഡിസെപ്ഷൻ നടക്കാൻ സാധ്യതയുണ്ടെന്ന് അറിയുക. നോളജും വരുന്നുണ്ട്. അപ്പം ഇമിറ്റേഷൻ ഒരേപോലെ ഇരിക്കണം എന്നില്ല. അതായത് ഇപ്പം നിങ്ങൾ 500 രൂപയുടെ ഒരു നോട്ട്, കള്ളനോട്ട് അടിക്കുക എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ആ രണ്ടാമത് നിങ്ങൾ അടയ്ക്കുന്ന 500 രൂപ നോട്ടെന്ന് പറയുന്നത് ഈ ഇപ്പോഴുള്ള 500 നോട്ട് പോലെ ഇരിക്കണം എന്നില്ല. റിസംബ്ലൻസ് അതുപോലെ വേണം എന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും പ്രശ്നമില്ല. അത് കൗണ്ടർ ഫീറ്റ് ഇസ് കൗണ്ടർ ഫീറ്റ്. ഓക്കെ. അതുപോലെ തന്നെ കൗണ്ടർ ഫീറ്റ് ഓഫ് ഇന്ത്യൻ മണി എന്ന് പറയുന്നത് സെഷൻസ് ഒഫൻസ് ആണ്. സോ ഡോണ്ട് ഡു ദാറ്റ് തിങ്സ്. സെഷൻസ് ഒഫൻസ് ഡയറക്റ്റ് സെഷൻസ് കോർട്ടിലേക്കായിരിക്കും പോകുന്നത്. അത് ഇവിടെ രാജ്യദ്രോഹത്തിന് ഇക്വലൻ്റ് ആയിട്ടുള്ള പണിഷ്മെൻ്റാണ് അതിന് വരുന്നത്. സോ ഡോണ്ട് ഡു ദാറ്റ്. ഓക്കെ. അപ്പോൾ ഞാൻ വെറുതെ പറയുന്നുള്ളേ ഉള്ളൂ. ഇറ്റ്സ് നോട്ട് എസെൻഷ്യൽ ടു കൗണ്ടർ ഫീറ്റ് ദാറ്റ് ദ ഇമിറ്റേഷൻ ഷുഡ് ബി എക്സാക്റ്റ് ആയിരിക്കണം എന്നില്ല. അതുപോലെ തന്നെ ഒരു പേഴ്സൺ ഒരു സാധനം വേറൊരു സാധനം പോലെ ഇരിക്കാനായിട്ട് കോസ് ചെയ്താൽ മതി. കോസ് വൺ തിങ് ടു റിസംബിൾ അനദർ തിങ് ആൻഡ് റിസംബിൾ മീൻസ് ദാറ്റ് സച്ച് പേഴ്സൺ മൈറ്റ് ബി ഡിസീവ്ഡ് ദെയർ ബൈ. ഇറ്റ് ഷാൽ ബി പെർസ്യൂംഡ് അണ്ടർ ദ കോൺട്രറി ഇസ് ദാറ്റ് person so caused one thing to resemble the other thing intended by means of that resemblance to practice deception, അല്ലെങ്കിൽ know it to be likely deception would there be practice. അതായത് ഇപ്പോൾ നിങ്ങൾ ഒരു സാധനം വെറുതെ ഒരു രസത്തിന് വേണ്ടി ഇമിറ്റേഷൻ ഉണ്ടാക്കി വെച്ചെന്ന് വിചാരിക്കാം. അത് ഒഫൻസാണോ? IPC പ്രകാരം ഒഫൻസാണ്. അതേസമയം അല്ല, IPC പ്രകാരം ഒഫൻസാണ്. അതായത് അത് കൊണ്ട് വേറൊരാൾ പറ്റിക്കപ്പെടാൻ സാധ്യതയുണ്ട്.
അല്ലെങ്കിൽ അത് വെച്ച് വേറെ ആൾ പറ്റിക്കപ്പെടുമെന്ന് നിങ്ങൾക്ക് അറിയാം, നോളജും ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ സാധ്യതയുണ്ടെന്നും നിങ്ങൾക്ക് അറിയാം. അതാണ്. ഓക്കെ, ഇനി ഡോക്യുമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിഡൻസ് ആക്ടിലും ഡോക്യുമെൻറ്റ് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ടു ബി, ഇഫ് ഐ എം നോട്ട് റോങ്, ഡോക്യുമെൻറ്റ് ഡിനോട്ട്സ് എനി മാറ്റർ എക്സ്പ്രസ് ചെയ്തോ അല്ലെങ്കിൽ ഡിസ്ക്രൈബ്ഡ് അപ്പോൺ എനി സബ്സ്റ്റൻസ് ബൈ മീൻസ് ഓഫ് ലെറ്റർ, ഫിഗർ, മാർക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിൽ വെച്ചിട്ട് എഴുതുന്നതാണ്. അത് ഏത് മാർക്കിലാണ്, അത് ഏത് മീൻസിലാണെന്നൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ അത് ഇസ് ഡോക്യുമെൻറ്റ്. ഒരു പവർ ഓഫ് അറ്റോർണി ഡോക്യുമെൻ്റാണ്, മാപ്പ് ഓഫ് പ്ലാൻ എല്ലാം ഡോക്യുമെൻ്റാണ്, ഡയറക്ഷൻ എഴുതിക്കുന്നതൊക്കെ ഡോക്യുമെൻ്റാണ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇലക്ട്രോണിക് റെക്കോർഡ് എന്ന് വെച്ചാൽ നമ്മൾ IT ആക്ടിലെ സെക്ഷൻ 2 Clause 1 Clause Tയിൽ പറയുന്ന സാധനത്തിൻ്റെ സെയിം ഡെഫിനിഷനാണ്. വാല്യൂബിൾ സെക്യൂരിറ്റി അറിഞ്ഞിരിക്കുക. വാല്യൂബിൾ സെക്യൂരിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡോക്യുമെൻ്റാണ്, അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻറ്റ് അതിന് തന്നെ ഒരു വാല്യൂ ഉണ്ടാകും, അല്ലെങ്കിൽ അതിന് വാല്യൂ ഉണ്ടാകാൻ പറ്റുന്നൊരു സാധനമായിരിക്കാം. അതായത് ഒരു ലീഗൽ റൈറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടാം, എക്സ്റ്റെൻഡ് ചെയ്യപ്പെടാം, ട്രാൻസ്ഫർ ചെയ്യാം, റെസ്ട്രിക്റ്റ് ചെയ്യാം, എക്സ്റ്റിങ്ക്യൂഷ് ചെയ്യാം, റിലീസ് ചെയ്യാം. അതൊക്കെയാണ് വാല്യൂബിൾ സെക്യൂരിറ്റി വരുന്നത്. പ്രിസൈസായിട്ട് പറയുകയാണെങ്കിൽ ഒരു വെള്ള പേപ്പറിൽ നിങ്ങൾ ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതും വാല്യൂബിൾ സെക്യൂരിറ്റി ആവാം. ഒരു മുദ്രപത്രത്തിൽ ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ, പ്ലെയിൻ മുദ്രപത്രത്തിൽ ഒപ്പിട്ട് കൊടുത്താലും അതും വാല്യൂബിൾ സെക്യൂരിറ്റി ആവും. കാരണം അതിലവർക്ക് ഫില്ല് ചെയ്ത് അവർക്ക് എന്ത് ചെയ്യാം, എന്തും ചെയ്യാമല്ലോ. അപ്പോൾ അതാണ് ഈ പറയുന്നത്. അതായത് ഒരു ലീഗൽ റൈറ്റ് ക്രിയേറ്റ് ചെയ്യാം, എക്സ്റ്റെൻഡ് ചെയ്യാം, ട്രാൻസ്ഫർ ചെയ്യാം, റെസ്ട്രിക്റ്റ് ചെയ്യാം, എക്സ്റ്റിങ്ക്യൂഷ് ചെയ്യാം. ഉദാഹരണത്തിന് നിങ്ങൾക്ക് സ്വത്തുകളെല്ലാവരും തട്ടിപ്പിടിച്ചു, നിങ്ങളുടെ സ്വത്ത് ഉണ്ടെങ്കിൽ ആ സ്വത്തുകളെല്ലാവരും തട്ടിപ്പിടിച്ചുകൊണ്ട് പോകുന്നു വിചാരിക്കാം. ആ സമയത്ത് അയാൾക്ക് അവിടെ എഴുതിയിട്ട് ചേർക്കാമല്ലോ, ക്രിയേറ്റ് ചെയ്യാം, എക്സ്റ്റെൻഡ് ചെയ്യാം, ട്രാൻസ്ഫർ ചെയ്യാം, റെസ്ട്രിക്റ്റ് ചെയ്യാം, എക്സ്റ്റിങ്ക്യൂഷ് ചെയ്യാം. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഡോക്യുമെൻറ്റിനെയാണ് നമ്മൾ വാല്യൂബിൾ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ കടം വരുത്തി വയ്ക്കാം. നിങ്ങളൊരു വെള്ള പേപ്പർ ഒപ്പിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ മുദ്രപത്രത്തിൽ ഒപ്പിട്ട് കൊടുക്കുകയാണ്, ഓക്കെ, പ്രോമിസറി നോട്ടൊക്കെ ആയിട്ട് ഒപ്പിട്ട് കൊടുക്കുകയാണ്. ആൻഡ് പിന്നെ ഒരാൾക്കൊന്ന് കേസ് കൊടുക്കാം, എനിക്ക് ഇയാൾ 2 ലക്ഷം രൂപ തരാറുണ്ട്, ഇതാ ഒപ്പിട്ടേക്കണം, പേപ്പർ വേണ്ടാന്ന് വെച്ച് കാണിക്കാം. അതുവഴി നിങ്ങൾക്കൊരു ലീഗൽ ലയബിലിറ്റി ഉണ്ടാക്കിയാലും മതി, അത് വാല്യൂബിൾ സെക്യൂരിറ്റി ആവും. ഓക്കെ, അതേപോലെ അതിൻ്റെ ഇല്ലസ്ട്രേഷൻ നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. വില്ലെന്ന് പറയുന്നതിൽ എല്ലാ ടെസ്റ്റമെൻ്ററി ഡോക്യുമെൻറ്റും വരും. എല്ലാ ടെസ്റ്റമെൻ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, മരിച്ചു കഴിഞ്ഞതിന് മുന്നേ ആൾ എഴുതി വയ്ക്കും, എൻ്റെ പ്രോപ്പർട്ടി ഇന്ന ആൾക്കൊക്കെ പോകണമെന്ന്. അപ്പോൾ മരിച്ചു കഴിയുമ്പോൾ അത് എഫക്റ്റിലാവുള്ളൂ. അതാണ് ടെസ്റ്റമെൻ്ററി ഡോക്യുമെൻറ്റ്. അപ്പോൾ വില്ലെന്ന് പറയുന്നത് ടെസ്റ്റമെൻ്ററി ഡോക്യുമെൻ്റായിട്ട് കൺസിഡർ ചെയ്യപ്പെടും. ആക്ട് എന്ന് പറയുന്നതിൽ ആക്റ്റും വരും, അതുപോലെ ഒമിഷൻ എന്ന് പറയുന്നത് ഒമിഷനും വരും. ആക്ടിൽ ഇല്ലീഗൽ ഒമിഷനും വരും. അതായത് നിങ്ങളൊരു പബ്ലിക് സർവൻ്റാണ്, നിങ്ങളൊരു പോലീസ് ഓഫീസറാണ്, നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ഒരു മർഡർ കമ്മിറ്റ് ചെയ്തു, നിങ്ങൾക്കത് അറിയാം, നിങ്ങളുടെ കൺമുന്നെയാണോ കമ്മിറ്റ് ചെയ്തെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ആ ഇൻഫർമേഷൻ ഉണ്ടായിട്ട് നിങ്ങൾ എന്ത് ചെയ്തില്ല, കേസാക്കിയില്ല. അപ്പോൾ അത് ഒഫൻസ് ആണോ? ആണ്. എങ്ങനെ? കാരണം നിങ്ങളുടെയൊക്കെ ഒരു ഡ്യൂട്ടി ഉണ്ടായിരുന്നു, ദാറ്റ് യു ഹാവ് എ ഡ്യൂട്ടി ടു ടേക്ക് FIR ഓൺ കോഗ്നൈസിബിൾ ഒഫൻസ്, അല്ലേ? FIR എടുക്കുക, പുള്ളിനെ അറസ്റ്റ് ചെയ്യുക, അങ്ങനത്തെ പല പേരാണ്. നിങ്ങളതൊന്നും ചെയ്തില്ല, യു ഒമിറ്റഡ് യുവർ ഡ്യൂട്ടി. അങ്ങനെ വരുന്ന ഒമിഷനും എന്തിൽ വരും? ആക്ടിൽ വരും. ഇല്ലീഗൽ ഒമിഷൻ, ഇല്ലീഗലായിട്ട് നിങ്ങൾ ഒമിറ്റ് ചെയ്തു, അത് ആക്ടിൽ വരും. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും മതി. ഇത്രയും ഡെഫിനിഷൻ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഇനി പറയണത്, ഇനി നമുക്കുള്ളത് കുറച്ച് ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസാണ്. ഇന്ന് എനിക്ക് ശ്വാസം മുട്ടുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിന് ബാക്കി നമുക്ക് ഡീൽ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷൻ താഴെ പറയാം. താങ്ക് യു സോ മച്ച്. സീ യു നെക്സ്റ്റ് വീഡിയോ. അണ്ടർ ദാൻ ലിറ്റ്സ് മീ ബൈ.